കുട്ടികളെ ക്ലാസ് ഇവിടെ ഒരു കുട്ടി ക്ലാസ് കേട്ടില്ല. അത് പറ്റില്ല. നിങ്ങളിപ്പോ എന്താ ഇവിടെ അനൗൺസ് ചെയ്യാൻ പറഞ്ഞത് നമുക്കറിയണം. ഇവിടെ ഒരു അധ്യാപകരല്ല, എല്ലാ അധ്യാപകരെയും അവർക്ക് പറയാനുള്ളത്, അതായത് കുട്ടികളെ സ്കൂളിനകത്തേക്ക് പ്രതിഷേധിക്കുന്ന കുട്ടികളെ സ്കൂളിൽ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ട്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. ഇതിനിടയിൽ അധ്യാപകർ സംസാരിക്കാൻ വന്നപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അധ്യാപകനെതിരെയാണ് സംഘർഷം. അയാളാണ് അദ്ദേഹമാണ് ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയത്. വലിയ പ്രതിഷേധം. SFI നേതാക്കൾ എന്താണ് ഞങ്ങൾ വന്നത് വേറൊന്നുമല്ല, ഒരു കുട്ടി അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സ്കൂളിൽ ഉയരുന്നത്. അവിടെ കുട്ടികൾ സംഘടിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള SFI പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പോലീസും ഉണ്ട്. അധ്യാപകർ അവിടെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് അവിടെ കൂടി നിന്ന വിദ്യാർത്ഥികളെ, SFI പ്രവർത്തകരെയൊക്കെ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയും അവിടെ പ്രതിഷേധം ഉയർന്നു. പോലീസ് ഇടപെട്ട് ഇപ്പോൾ അവരെ ശാന്തരാക്കിയിട്ടുണ്ട്. പാലക്കാട് തച്ചനാട്ടുകരയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 9ാം ക്ലാസ്സുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അധ്യാപകർക്കെതിരെയാണ് അവിടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നത്. അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ഈ സംഭവം എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. 1.5 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് മാനസിക പീഡനം ഉണ്ടായി ഈ 9ാം ക്ലാസ്സിലേക്ക് നേരെ എന്നുള്ള ആരോപണം ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. കുട്ടികൾ ഒന്നടങ്കം സംഘടിച്ച് ആ സ്കൂളിൻ്റെ മുന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾ കുറച്ചുപേർ അവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. പോലീസ് അവിടെ എത്തി കുട്ടികളെ ശാന്തരാക്കാൻ നോക്കുന്നുണ്ട്. SFI പ്രവർത്തകർ ഉൾപ്പെടെ ശാന്തരാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധം അത് തുടരുകയാണ്. പാലക്കാടാണ് ഈ സംഭവം. വീണ്ടും ശ്രീജിത്ത് ശ്രീകുമാറിലേക്ക്. ശ്രീജിത്ത് കേൾക്കാമെങ്കിൽ ഈ സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണത്തിന് ശ്രമിക്കുകയാണോ? ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം സ്കൂളിൽ നടക്കുന്നുണ്ട്. അവിടെ 9ാം ക്ലാസ്സുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. തൊട്ടു പിന്നാലെയാണ് സ്കൂളിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. തീർച്ചയായും SFI നേതാക്കളുടെ വലിയൊരു പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് പ്രിൻസിപ്പലിന് പറയാനുള്ളത്? പ്രിൻസിപ്പൽ, ഇത് ഇത്രയും വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ആരും നമ്മൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല. ആരാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ? ഫോൺ എടുക്കാനായി ഞാൻ ഫോൺ എടുത്തായിരുന്നു മാക്സിമം എല്ലാവരുടെയും. നമ്മളടക്കം വിളിച്ചിരുന്നു രാവിലെ മുതൽ. ഒരാളും ഫോൺ എടുക്കാൻ തയ്യാറായില്ല. എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് വിശദീകരിക്കാനുള്ളത്? ഫോൺ മനഃപൂർവ്വം എടുക്കാണ്ടിരുന്നല്ലേ, മാക്സിമം ഫോൺസ് എടുത്തായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഇവിടെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പ്രതികരിക്കാനുള്ളത്? ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കൊച്ചു മരിച്ചതിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലിപ്പുറം എനിക്ക് പ്രാർത്ഥനയാണോ ഇതിൽ അവർ ഉന്നയിക്കുന്ന? ശ്രീജിത്ത് ശ്രീകുമാറാണ് ഇപ്പോൾ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം ആ സ്കൂളിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ അവിടെ സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം അവിടെ ഉയർന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവർ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. പോലീസ് അവിടെ എത്തി കുട്ടികളുമായി സംസാരിക്കുന്നുണ്ട്.